Hey guys, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി ഞാനൊരു പുതിയ ലെൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് വേൾഡ്സ് ചീപ്പസ്റ്റ് ലെൻസ്, ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ സീറോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലെൻസാണ് ഞാൻ എൻ്റെ ക്യാമറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ആ ലെൻസ് എങ്ങനെ ഉണ്ടാക്കിയെന്നും അതിൻ്റെ തിയറിറ്റിക്കലായിട്ട് സൈഡും അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള സൈഡും പിന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ലെൻസ് ആർക്കും ഉണ്ടാക്കാൻ പറ്റും, ഏത് കൊച്ചു കുട്ടിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലെൻസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ലെൻസ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലൊരു DSLR ക്യാമറ എന്തുകൊണ്ടും അത്യാവശ്യമാണ്. ഇതുപോലൊരു DSLR ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള ലെൻസ് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമറ നമുക്ക് വേണം, എങ്കിൽ നമുക്ക് നമ്മുടെ ലെൻസ് ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ആരെങ്കിലും ക്യാമറ ഉള്ളവരോ ഫോട്ടോഗ്രാഫേഴ്സോ വീഡിയോഗ്രാഫേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാൻ പറയുക, എന്നിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആർ യു ഗൈസ് റെഡി? ഓക്കെ, ലെറ്റ്സ് റോൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലെൻസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാത്തവർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വസ്തു നമുക്ക് എന്തായാലും കാണാം. നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വസ്തു എന്തായാലും ഇവിടെ കാണാം. അതൊരാളാകാം, എന്തെങ്കിലും മറ്റൊരു വസ്തു ആവാം. അപ്പോൾ ആ ഒരു വസ്തുവിൽ നിന്ന് നമ്മുടെ ക്യാമറയിലേക്ക് ഒരു ദൂരമുണ്ട്. അതായത് ഇതിന് നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് എന്നോ അല്ലെങ്കിൽ വസ്തുവിൽ നിന്ന് ക്യാമറയിലേക്ക് അല്ലെങ്കിൽ ലെൻസിലേക്കുള്ള ദൂരം എന്നാണെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ഒരു ദൂരമുണ്ട്. അപ്പോൾ ഈ ഒരു ദൂരത്തിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് നമ്മുടെ ലെൻസ് നമ്മുടെ ഏകദേശം ഇവിടെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു ലെൻസ് നമ്മളോട് സെറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് തൊട്ടടുത്തായിട്ട് നമ്മുടെ ക്യാമറയുടെ സെൻസർ നമുക്കിവിടെ പ്ലേസ് ചെയ്യണം. നമ്മുടെ സെൻസർ ഇവിടെ ആയിരിക്കും നമുക്ക് സാധാരണ കിട്ടുന്നത്. സോ നമ്മുടെ വസ്തുവിൽ നിന്നുള്ള വെളിച്ചം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ ലെൻസിലേക്ക് ഏകദേശം ഇങ്ങനെ വന്നിട്ട് കറക്റ്റ് നമ്മുടെ സെൻസറിലേക്ക് വരും. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ വസ്തുവിൽ നിന്നുള്ള ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് ഇതുപോലെ പല രീതിയിൽ പല വശത്തു നിന്നായിട്ട് എവിടെയൊക്കെയാണ് ലൈറ്റ് ഉള്ളത് ആ വശത്തു നിന്നല്ല നല്ല രീതിയിലുള്ള റിഫ്ലക്ഷൻസ് നമ്മുടെ ലെൻസ് എടുത്തിട്ട് ആ ലെൻസ് നേരെ നമ്മുടെ സെൻസറിലേക്ക് ആ പ്രകാശം കടന്നു പോകുമ്പോൾ ഈ ഒരു സെൻസറിൽ നമ്മുടെ വസ്തുവിൻ്റെ ഒരു പ്രതിബിംബം രൂപപ്പെടും. അത് തല കീഴായിട്ടായിരിക്കും നമ്മുടെ സെൻസറിലേക്ക് രൂപപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് പല പ്രോഗ്രഷനും കഴിഞ്ഞതിന് ശേഷം നമുക്കത് കറക്റ്റ് പിക്ചറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വർക്കിംഗ് ആണ് നമ്മൾ ലെൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഒരു വസ്തുവിൽ നിന്ന് ഉള്ള വെളിച്ചത്തെ ആഗിരണം ചെയ്തിട്ട് സെൻസറിലേക്ക് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ പല മെക്കാനിസം ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ ലെൻസിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വേറൊരു രീതിയിലാണ്. അതായത് നമ്മളിവിടെ ഒരു വസ്തു നമുക്കിവിടെ ഉണ്ടെങ്കിൽ, ഓക്കെ, ഒരു വസ്തു എന്ന് വിചാരിച്ചു, ഒരാളല്ലെങ്കിൽ ഒരു വസ്തു. ഈ വസ്തുവിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ് വസ്തുവിലേക്കുള്ള ദൂരം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സാധാരണ ലെൻസ് വരുന്നത്. ഈ ലെൻസ് വരുന്നിടത്ത് നമ്മൾ ഒരു ബ്ലാക്ക് കളർ പേപ്പർ വയ്ക്കുകയാണ്. സോ തൊട്ടിപ്പുറത്ത് നമ്മുടെ സെൻസറും ഉണ്ടായിരിക്കും, ക്യാമറയുടെ സെൻസർ ഇവിടെ ആയിരിക്കും. നമ്മുടെ ലെൻസ് വരുന്ന ഭാഗത്ത് നമ്മളൊരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ വയ്ക്കുകയാണ്. സോ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വസ്തുവിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മുടെ സെൻസറിലേക്ക് എത്തണം. സോ ഈ ഒരു വസ്തുവിൽ നമുക്ക് വെളിച്ചം വരികയാണെങ്കിൽ ഈ സെൻസറിലേക്ക് ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പേപ്പറിലേക്ക് വന്നിട്ട് ബ്ലാക്ക് കളർ പേപ്പറിലേക്ക് വന്നിട്ട് അത് ഇങ്ങോട്ട് പോകത്തില്ല, അങ്ങോട്ടും പോകത്തില്ല, അത് ശൂന്യമായി പോകും. അതുപോലെ തന്നെയാണ് എവിടുന്ന് വെട്ടം വന്നാലും അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയാലും ഇത് നേരെ വന്നാലും ഇവിടെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പേപ്പറിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോൾ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇവിടെ നിന്നൊന്നും കടന്നു പോകാത്ത വെളിച്ചം, അതായത് ഈ ഒരു വസ്തുവിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം ഇവിടെ നിന്നൊന്നും കടന്നു പോകാത്തതുകൊണ്ട് കറക്റ്റ് ഈ ഒരു ഹോൾ എവിടെയാണോ ഉള്ളത് ആ ഹോളിനുള്ളിൽ കൂടി നമ്മുടെ സെൻസറിലേക്ക് ഈ ഒരു വെളിച്ചം നമ്മുടെ സെൻസറിലേക്കായിരിക്കും പിന്നെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഏത് രീതിയിലുള്ള ഏത് വശത്തുകൂടി ലൈറ്റ് വന്നാലും ഈ ഒരു പോയിൻറ്റിനകത്തുകൂടി നമ്മുടെ സെൻസറിലേക്ക് നമ്മുടെ പ്രതിബിംബം നമുക്ക് ഇതുപോലെ രൂപപ്പെടും. പക്ഷേ സാധാരണ ലെൻസിൽ വരുന്ന പോലെയുള്ള ക്ലാരിറ്റി ഇതിലുണ്ടാവുമെന്ന് ചോദിച്ചാൽ നമുക്കത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. സോ നമുക്ക് നേരെ നമ്മുടെ നമ്മുടെ ലെൻസ് ഉണ്ടാക്കുന്ന ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ലെൻസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറിൻ്റെ ചെറിയൊരു പീസാണ്, നീളത്തിനാണ് എടുത്തിരിക്കുന്നത്.
സോ ആ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പുറത്തായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു അടപ്പ് ഉപയോഗിച്ച് ഞാനൊരു റൗണ്ട് വരയ്ക്കുകയാണ്. ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ലെൻസ് ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് റൗണ്ട് ഷേപ്പിൽ ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. സോ ഈ വരച്ചെടുത്തിരിക്കുന്ന അതേ അളവ് അതേ ഷേപ്പിൽ നമുക്ക് കത്രിക കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ എങ്ങനെയും പെട്ടെന്ന് നമുക്ക് ആ ഒന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ആ ഒരു ലെൻസിനെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ വേറെ 2-3 പേപ്പറുകളും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ 2-3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഓരോ റൗണ്ട് ഷേപ്പ് പേപ്പറിൻ്റെയും നടുക്കായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടാൽ മനസ്സിലാവും. ഓരോ പേപ്പറിൻ്റെ നടുക്കായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഓരോരോ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ പേപ്പറിലും ഓരോ അളവാണ്. ചെറുതിൽ നിന്ന് വലുതിലേക്കെന്നുള്ള രീതിയിലാണ് ഞാൻ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ചെറുത്, പിന്നെ വലുത്, അതിനേക്കാളും കുറച്ചുകൂടി വലിയ രീതിയിലാണ് ഞാൻ ഹോൾ ഇട്ട് വെച്ചിരിക്കുന്നത്. സോ ഹോളൊക്കെ ആയിട്ട് നമ്മൾ ഇനി അടുത്ത് നമ്മുടെ വർക്കിംഗ് ടൈമാണ്. അതായത് നമ്മുടെ ലെൻസിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് മാസ്കിംഗ് ടേപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം അത് നമുക്ക് കറക്റ്റ് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തായിട്ട് നമ്മുടെ ക്യാമറ ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റും, ഞാനിവിടെ ക്യാമറ ലൈവായിട്ട് ഡിസ്പ്ലേ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ലെൻസ് ഇല്ലാതെ. അപ്പോൾ ലെൻസ് ഇല്ലാതെ വെക്കുമ്പോഴത്തേക്ക് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ജസ്റ്റ് വേറെ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഫോണിൻ്റെ ഡിസ്പ്ലേ കടത്തി വിട്ട് കാണിച്ചു തരാം. അപ്പോഴും നമുക്കൊന്നും കിട്ടുന്നില്ല, ലെൻസൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ലെൻസ് നമുക്ക് ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്. അത് നമുക്ക് സൂക്ഷിച്ച് നമ്മുടെ ക്യാമറയുടെ ക്യാപ്പൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ലെൻസ് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ലെൻസിൻ്റെ പുറത്ത് പേപ്പറിൻ്റെ പുറത്ത് വേറെ പൊടിയൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമുക്ക് ആ കറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കറക്റ്റ് ഹോള് അതിന് നടുക്ക് വരുന്ന രീതിയിൽ വേണം അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഞാൻ ഏറ്റവും ചെറിയ ഹോൾ ഇട്ടിരിക്കുന്ന പേപ്പറാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ആ ഒരു ലെൻസ് നമുക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അടുത്ത് ക്യാമറ ഓൺ ചെയ്ത് നോക്കാം. വീണ്ടും ലൈവായിട്ട് ഞാൻ ഡിസ്പ്ലേ ഓൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ രീതിയിലൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ മൊബൈൽ ഫുൾ ഡിസ്പ്ലേ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ടിട്ട് അതിൻ്റെ കീഴിൽ കൂടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഷേപ്പോ മൊബൈലിൻ്റെ ഷേപ്പും ഡിസ്പ്ലേയുടെ എന്തൊക്കെയുണ്ടെന്നുള്ളതൊക്കെ കുറച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ആ ഒരു ലെൻസിൻ്റെ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ ഹോളിൽ കൂടി വരുന്ന ഒരു പ്രകാശത്താണ് നമുക്ക് അത്രയും കിട്ടിയത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി വലിയ ഹോൾ ഇട്ടിരിക്കുന്ന ഒരു ലെൻസിന് നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റിസൾട്ട് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഔട്ട്ഡോറിലും കുറച്ച് ഷോട്ട് എടുത്ത് നോക്കിയിട്ടുണ്ട്, വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ വലിയ ഹോളുള്ള ലെൻസ് നമ്മൾ വെച്ചിട്ട് ഉള്ള റിസൾട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിനെ കാണിച്ചിട്ടൊന്നും വലിയ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നില്ല, കുറച്ച് ഷേപ്പ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലെൻസുകളുടെ വർക്കിങ്ങും അതിൻ്റെ റിസൾട്ടും എന്നൊക്കെ പറയുന്നത്. ഇത്രയൊക്കെയാണ്. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അതായത് നമ്മുടെ ക്യാമറയുടെ സെൻസറിനുള്ളിലേക്ക് ഒരുപാട് പൊടിയൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും സൂക്ഷിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് വളരെയധികം സൂക്ഷിച്ച് പൊടിയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം ഇത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ക്യാമറയിൽ ഫോട്ടോ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ക്യാമറയുടെ സെൻസറിലേക്ക് എങ്ങനെ നമുക്ക് നല്ല പിക്ചർ കൊണ്ടുവരാം എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒട്ടും നല്ല രീതിയിൽ നമുക്ക് സാധാരണ നമ്മുടെ വില കൂടിയ ലെൻസുകൾ എടുക്കുന്ന പോലെയുള്ളൊരു പിക്ചറല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പുതിയ ഫോട്ടോസ്, വീഡിയോസ്, അപ്ഡേഷൻ എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കണ്ടന്റ് മറ്റെത്രയും വേഗം കാണാം. അതുവരെ ഗുഡ് ബൈ.